ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ഇതാ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ പായസം ഞാൻ കാറിൽ കയറ്റി നേരെ ഇതാ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. ഇന്നൊരു ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ പായസം ട്രൈ ചെയ്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇവരൊരു ഫാമിലിയാണ്. 28 പേരോളം പായസം കുടിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ള ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറയാം, ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളായിക്കോട്ടെ, അല്ലാതെ നമ്മുടെ പായസം കുടിക്കാനായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാം, അവരായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ സെൽഫി എടുക്കലുണ്ട്. എന്തൊക്കെയൊരു സന്തോഷമാണ് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ബോബിക്ക് ഇന്ന് 2 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് തിരുനെല്ലി ക്ഷേത്രത്തിന് ഒരു ഉത്സവകാലമാണ് വരുന്നത്. ഏപ്രിൽ 4 മുതൽ 14 വരെ. മെയിൻ പ്രോഗ്രാം വരുന്നത് 11 to 14 വരെ കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബോബിക്കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ വല്യമ്മൻ്റെ വീട്ടിൽ. അങ്ങനെ നമ്മുടെ ബോബിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ ബോബിക്കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. 2 പാവകളായിരുന്നു കേട്ടോ അത്. നമ്മുടെ ബോബിക്കുട്ടിയുടെ ഗിഫ്റ്റ് ബേബിക്കാട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോൾ ഒരു വൈകുന്നേര ടൈമാണ്. മഴക്കാറും വലിയ മഴയൊക്കെ വന്നതാണ്, പക്ഷെ പെയ്തിട്ടില്ല. അത് വേറെങ്ങോ പോയി. അച്ഛനത് ആടിനെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ആടുത വയറ് നിറച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ബോബിക്കുട്ടിയുടെ ഈ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വൈകുന്നേരത്തെ ചായക്കുള്ള ടൈമായിരുന്നു. അമ്മ ഇതാ ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുന്നു. ബേബി ഇത് അച്ഛനെ വിത്തൗട്ട് ചായ കൊണ്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ.